ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് സ്പെഷ്യൽ മൊമെൻറ്റ്സ്. നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം, ഈ കഥയുടെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്ക് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ പറയാം, അത് മാത്രമല്ല ഏത് ടെൻസാണ്, നമുക്ക് ഒരു പ്രസൻറ്റ് ഫോമിനെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടും ഒരു ഫ്യൂച്ചർ ടെൻസിലോട്ടൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം, ഇതെല്ലാം നമ്മൾ ഈ ഒരു കഥയിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, ഹിയ നാളെ അവളുടെ മുത്തച്ഛനെ കാണാൻ പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നാളെ, ടുമോറോ. അവളുടെ, ഹർ. മുത്തച്ഛൻ, നമുക്ക് ഗ്രാൻഡ് പാ എന്ന് പറയാം, ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. കാണുക, സി. പോകുക, പോകുക എന്ന് വെച്ചാൽ എന്താ, ഗോ. അപ്പോൾ ഇവിടെ പോകും എന്നാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പിന്നീടുള്ളൊരു കാര്യമാണ്, ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഈ പോകും എന്ന് കാണുമ്പോഴും മനസ്സിലാവും. പിന്നെ നാളെ പ്രത്യേകിച്ചിട്ടുണ്ട്, നാളെ നാളെ എന്ന് പറയുമ്പോഴേ അറിയാം ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, പിന്നീടുള്ളൊരു കാര്യമാണിത്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസിന് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഹിയ നാളെ അവളുടെ മുത്തച്ഛനെ കാണാൻ പോകും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഹിയ. അപ്പം ഇവിടെ പോകും എന്നാണ്. അപ്പോൾ പോകുക എന്ന് വെച്ചാൽ എന്താ, ഗോ. അപ്പം പോകുക എന്ന് വെച്ചാൽ ഗോയാണ്. അപ്പം നമ്മൾ ഈ പ്രസൻറ്റ് ഫോമായ ഗോയെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസിലോട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അപ്പം നമുക്ക് ഗോയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫ്യൂച്ചർ ടെൻസ് ആക്കാൻ പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ എഴുതാം, വിൽ. നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് വിൽ ഗോ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, നമുക്കൊരു ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മളിനി എന്താ എഴുതാൻ പോകണേ, ഹിയ വിൽ ഗോ. അപ്പം ഒരു പ്രസൻറ്റ് ഫോമായ ഗോയെ ഞാൻ കൺവേർട്ട് ചെയ്ത് വിൽ ഗോ, ഒരു പിന്നീടുള്ള വിൽ ഗോ യൂസ് ചെയ്തിട്ട് പിന്നീട് ഉള്ളൊരു സെൻറ്റൻസ് ആക്കി മാറ്റി. അപ്പം ഹിയ വിൽ ഗോ ടു. അപ്പം കാണുക എന്ന് വെച്ചാൽ എന്താ, സി. കാണുക, സി. ഹിയ വിൽ ഗോ ടു സീ അവളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഹർ എന്ന് എഴുതാം. ഹർ. മുത്തച്ഛൻ, അപ്പം നമുക്കിവിടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാ. അപ്പം ഇവിടെ ഞാൻ ഗ്രാൻഡ് ഫാദറിന് എഴുതുവാണ് കേട്ടോ, ഗ്രാൻഡ് ഫാദർ. ഹിയ വിൽ ഗോ ടു സീ ഹർ ഗ്രാൻഡ് ഫാദർ. നാളെ എന്ന് വെച്ചാൽ ടുമോറോ. അപ്പം ഇവിടെ ടുമോറോയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, കാര്യം നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു വേർഡാണ് ടുമോറോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലാന്ന് തോന്നുന്നു. ഓക്കെ, TOMORROW. അപ്പം എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു വേർഡാണ് ടുമോറോ. അപ്പോൾ അതും ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ എന്താണ് പഠിച്ചത്, നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ആദ്യം, ഹിയ നാളെ അവളുടെ മുത്തച്ഛനെ കാണാൻ പോകും. ഹിയ വിൽ ഗോ ടു സീ ഹർ ഗ്രാൻഡ് ഫാദർ ടുമോറോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രസൻറ്റ് ഫോമായ ഗോയെ കൺവേർട്ട് ചെയ്തൊരു ഫ്യൂച്ചർ ടെൻസിലോട്ട് മാറ്റി, വിൽ ഗോ ആക്കി മാറ്റി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല, ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം, ഹിയ നാളെ അവളുടെ മുത്തച്ഛനെ കാണാൻ പോകും. ഹിയ വിൽ ഗോ ടു സീ ഹർ ഗ്രാൻഡ് ഫാദർ ടുമോറോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഇന്ന് അവളുടെ മുത്തച്ഛനെ കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, അവൾ, ഷീ. ഇന്ന്, ടുഡേ. അവളുടെ, ഹർ. അപ്പം അവൾ എന്ന് വെച്ചാൽ ഷീയും അവളുടെ ഹറും. അപ്പം കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാണുക എന്ന് വെച്ചാൽ സി. അപ്പോൾ ഇവിടെ കണ്ടു എന്നായതുകൊണ്ട് നമുക്ക് സിയെ പാസ്റ്റ് ഫോമിലായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സെൻറ്റൻസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്, കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് മനസ്സിലായി കാണും, ഓൾറെഡി കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം, അവൾ ഇന്ന് അവളുടെ മുത്തച്ഛനെ കണ്ടു. അപ്പം ഷീ. അപ്പം ഞാൻ അടുത്ത എന്താ എഴുതാൻ പോണേ, കാണുക എന്ന് വെച്ചാൽ സി ആണ്. ഇപ്പോൾ ഇവിടെ കണ്ടു എന്നായതുകൊണ്ട് ഞാൻ സിയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അതിന് മുമ്പായിട്ട് നമുക്ക് സിയുടെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക, നമ്മൾ എന്താ എഴുതാൻ പോണേ. സിക്ക് 3 ഫോംസ് ഉണ്ട്, സിയും കൂടെ കൂട്ടിയിട്ടാണ് 3 ഫോംസ്. അപ്പം ഇനി 2 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാ, സി, നിങ്ങൾ ഗസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ, സി, സാ, സീൻ. അപ്പോൾ ഇതാണ് ടോട്ടൽ 3 ഫോംസ് ആണ് സിയുടെ. അപ്പോൾ നമ്മളിവിടെ ഇനി എന്താ എഴുതാൻ പോണേ, അപ്പോൾ നമുക്ക് സി എഴുതാൻ പറ്റില്ല, കാര്യം സി ഒരു പ്രസൻറ്റ് ഫോമാണ്. ഇവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അപ്പം നമുക്ക് സി എഴുതാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യാം. പിന്നെന്താ ഇനി അടുത്ത സായും സീനും ഉണ്ട്. അപ്പോൾ നമുക്ക് സീനും നമ്മളിവിടെ എഴുതത്തില്ല, നമ്മൾ എഴുതാൻ പോണത് സെക്കൻഡ് ഫോം സായാണ് എഴുതാൻ പോണത് കേട്ടോ. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ സെക്കൻഡ് ഫോമാണ് ഇവിടെ എഴുതുന്നത്. ഈ ഒരു സെൻറ്റൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, എല്ലാ സെൻറ്റൻസിൻ്റെ കാര്യമല്ല. ഇവിടെ ഞാൻ എഴുതാൻ പോണത് സിയുടെ സെക്കൻഡ് ഫോമായ സായാണ് യൂസ് ചെയ്ത് എഴുതാൻ പോണത്.
ഷീ സാ അപ്പം അവൾ കണ്ടു. ഷീ സാ അവളുടെ, ഷീ സാ ഹർ ഗ്രാൻഡ് ഫാദർ എന്ന ഇന്ന് ടുഡേ. ഷീ സാ ഹർ ഗ്രാൻഡ് ഫാദർ ടുഡേ. അവൾ ഇന്ന് അവളുടെ മുത്തച്ഛനെ കണ്ടു. ഷീ സാ ഹർ ഗ്രാൻഡ് ഫാദർ ടുഡേ. അപ്പം ഈ സെൻറ്റൻസിൽ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ സിയുടെ ഫോംസ് പഠിച്ചു. സീ സാ സീൻ. അപ്പോൾ അതിൽ സെക്കൻഡ് ഫോമായ സാ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. പിന്നെ നമ്മളിവിടെ എന്താ പഠിക്കേണ്ടത്? നമുക്കിവിടെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതിയേക്കാം, ഷീ ആണ് സബ്ജക്റ്റ്. പിന്നെന്താ? പിന്നെ വെർബാണ് സ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറഞ്ഞു നോക്കാം. അവൾ ഇന്ന് അവളുടെ മുത്തച്ഛനെ കണ്ടു. ഷീ സാ ഹർ ഗ്രാൻഡ് ഫാദർ ടുഡേ. ഷീ സാ ഹർ ഗ്രാൻഡ് ഫാദർ ടുഡേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. സെക്കൻഡ് അല്ല, നെക്സ്റ്റ് പോയിന്റ്. ഇത് സെക്കൻഡ് പോയിന്റ് ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? കുറച്ച്, എ ലിറ്റിൽ. നമുക്ക് എ ലിറ്റിൽ എന്ന് എഴുതാം, കുറച്ച് എന്നുള്ളതിന്. തിരക്ക്, ബിസി. അപ്പം തിരക്കിലായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. മുത്തച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ് പാ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ. ഞാനിപ്പോൾ ഇവിടെ ഗ്രാൻഡ് പാ എന്നാണ് എഴുതുന്നത്, ഗ്രാൻഡ് പാ. അപ്പം നമ്മളിവിടെ എന്താണ് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോണത്? ഞാൻ ജസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ടുപിടിക്കുക, ഗസ്റ്റ് ചെയ്യുക എന്താണ് ഇവിടെ എഴുതാൻ പോണത്. ഇവിടെ നമുക്ക് ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വേർ ഉണ്ട്. അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഓർക്കുക. അപ്പോഴത്തേനും ഞാൻ പറയാം. മുത്തച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു. നമുക്ക് എഴുതാം. അപ്പം എന്ത് എഴുതാൻ പോകണം? നമ്മുടെ ഇവിടെ ഈസ് എഴുതാൻ പറ്റില്ല. കാര്യം എന്ത് ഈസ് എഴുതാൻ പറ്റാത്തത്? മുത്തച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇത് ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈസ് എന്നുള്ളത് പ്രസൻറ്റ് ഫോമിൽ യൂസ് ചെയ്യണ കാര്യമല്ലേ. അപ്പം നമ്മളങ്ങനെ ഇവിടെ എഴുതും. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഈസ് നമുക്ക് കട്ട് ചെയ്തു. പിന്നെ നമുക്കിവിടെ വാസും ഉണ്ട്, വേറും ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്തൊരു ഒരു കഴിഞ്ഞു പോയൊരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിനെ നമുക്ക് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നമുക്ക് തോന്നും ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണല്ലോ, അപ്പോൾ നമുക്കിവിടെ ഏത് യൂസ് ചെയ്യാം എന്ന് കൺഫ്യൂഷൻ ചിലപ്പം. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. അപ്പം ഞാനിത് ഡീപ്പായിട്ട് പറയാൻ കാരണം ചിലർക്കൊക്കെ അറിയാത്തവർ കാണും, നമുക്ക് വാസ് യൂസ് ചെയ്യണോ വേർ യൂസ് ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയണേ കേട്ടോ. അപ്പം നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? കാര്യം ഇവിടെ ഗ്രാൻഡ് പാ ഒറ്റ ഒരാളേ ഉള്ളൂ. ഗ്രാൻഡ് പാ, കുറേ പേരില്ല. കുറേ പേരുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഗ്രാൻഡ് പേയും വേറെ ആളുകളാണെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്ത് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ഗ്രാൻഡ് പാ മാത്രമേ ഉള്ളൂ. ഒരു സിംഗുലാർ പേഴ്സണാണ്, സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് ഇവിടെ വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ് എന്ന് പറയുന്നത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ കാര്യം ഇവിടെ ഒരു സിംഗുലാർ സബ്ജക്റ്റുമാണ്. അത് മാത്രമല്ല ഓൾറെഡി ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസും കൂടിയാണ്, ഒരു കഴിഞ്ഞു പോയൊരു കാര്യം കൂടിയാണ്. പിന്നെ ഇവിടെ ഗ്രാൻഡ് പേ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം ആ ഒറ്റ ഒരാൾക്ക് നമുക്ക് വേറെ യൂസ് ചെയ്യാനും പറ്റില്ല, വാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇത് ഓൾറെഡി ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ആയിരുന്നു. അപ്പം നമുക്കറിയാം ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ്. അപ്പം നമുക്കിവിടെ വാസ് യൂസ് ചെയ്ത് എഴുതാം. മുത്തച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു. ഗ്രാൻഡ് പാ വാസ്. അപ്പം കുറച്ച് എന്നുള്ളതിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എ ലിറ്റിൽ. അപ്പം ഇവിടെ സ്പേസ് ഇല്ല എന്ന് തോന്നുന്നു, ഞാൻ റബ്ബ് ചെയ്തിട്ട് ഇപ്പുറത്ത് എഴുതാം. ഗ്രാൻഡ് പാ വാസ് എ ലിറ്റിൽ ബിസി. തിരക്കായിരുന്നു. ഗ്രാൻഡ് പാ വാസ് എ ലിറ്റിൽ ബിസി. മുത്തച്ഛൻ കുറച്ച് തിരക്കിലായിരുന്നു. ഗ്രാൻഡ് പാ വാസ് എ ലിറ്റിൽ ബിസി. അപ്പം നമ്മളിവിടെ എന്താ പഠിച്ചേ? നമ്മളിവിടെ എന്ത് പഠിച്ചു? നമ്മൾക്കിവിടെ എന്താ സബ്ജക്റ്റ്? ഗ്രാൻഡ് പേ ആണ് സബ്ജക്റ്റ്. ഗ്രാൻഡ് പാ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ചെറിയൊരു സെൻറ്റൻസ് ആണ്. നമുക്കിനി അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ തൻ്റെ കണ്ണട എവിടെ വെച്ചെന്ന് മറന്നുപോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം എവിടെയെന്ന് വെച്ചാൽ വേർ. എവിടെ വെച്ചു? വെക്കുക എന്ന് വെച്ചാൽ എന്താ? കീപ്പ്. അപ്പം നമുക്ക് കീപ്പിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം എങ്ങനെ എഴുതാം? മറന്നുപോയി. മറക്കുക എന്ന് വെച്ചാൽ എന്താ? ഫോർഗെറ്റ്. അപ്പോൾ ഇവിടെ ഓൾറെഡി മറന്നുപോയി. അപ്പോൾ നമുക്ക് ഫോർഗെറ്റിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മുത്തച്ഛൻ തൻ്റെ കണ്ണട എവിടെ വെച്ചെന്ന് മറന്നുപോയി. അപ്പം നമുക്ക് എഴുതാം ഗ്രാൻഡ് പാ
ഗ്രാൻഡ് പാ. അപ്പം മറന്നു പോയി, മറക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയാൻ മറക്കുക? ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്നാണ് പ്രസൻറ്റ് ഫോം. അപ്പം നമുക്ക് ഫോർഗെറ്റിനെ ഒരു പ്രസൻറ്റ് ഫോമിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. അപ്പം ഫോർഗെറ്റിനെ നമ്മൾ ഫോർഗട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം. എന്താ നമ്മൾ ചേഞ്ച് ചെയ്തേന്ന് നമുക്ക് നമ്മളിവിടെ എഴുതാം. കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കണോ? ഓക്കെ. ഫോർഗെറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫോർഗട്ടാക്കി മാറ്റി കേട്ടോ. അപ്പം ഇവിടെ GET ആണ്, ഇവിടെ GOT. പാസ്റ്റ് ഫോം ആകുമ്പോൾ GOT, FORGOT എന്നാണ് ഫോർഗട്ട്. അപ്പം ഗ്രാൻഡ് പാ ഫോർഗട്ട് എന്താണ് എഴുതാൻ വേണ്ടത്? നമ്മൾ വേർ, എവിടെ, വേർ ഹീ. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് കീപ്പ് എന്ന് പറയുന്നത് എവിടെ? വെക്കുക. അപ്പം നമ്മൾ കീപ്പിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാൻ പോവാണ്. അപ്പം ഞാനത് ഇവിടെ എഴുതാം. കീപ്പ് നമുക്ക് ഇവിടെ എഴുതാം. അപ്പം കീപ്പിനെ നമുക്ക് പാസ്റ്റ് ഫോമിലോട്ട് എങ്ങനെയാക്കണേ? കീപ്പിൻ്റെ പാസ്റ്റ് ഫോം കെപ്റ്റാണ് കേട്ടോ, കെപ്റ്റ്. അപ്പം നമുക്കിവിടെ എഴുതാം ഗ്രാൻഡ് പാ ഫോർഗെറ്റ് വേർ ഹീ കെപ്റ്റ്. വെച്ചു, എവിടെ വെച്ചു. അപ്പം വേർ എന്ന് വെച്ചാൽ എവിടെ അവൻ വെച്ചു, അവനല്ല ഗ്രാൻഡ് പാ. എവിടെ? വേർ ഹീ കെപ്റ്റ് ഹീസ് ഗ്ലാസസ്. വേർ ഹീ കെപ്റ്റ് ഹീസ് ഗ്ലാസസ്. നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഗ്രാൻഡ് പാ ഫോർഗെറ്റ് വേർ ഹീ കെപ്റ്റ് ഹീസ് ഗ്ലാസസ്. മുത്തച്ഛൻ തൻ്റെ കണ്ണട എവിടെ വെച്ചെന്ന് മറന്നു പോയി. അപ്പം ഗ്രാൻഡ് പാ ഫോർഗെറ്റ് വേർ ഹീ കെപ്റ്റ് ഹീസ് ഗ്ലാസസ്. ഗ്രാൻഡ് പാ ഫോർഗെറ്റ് വേർ ഹീ കെപ്റ്റ് ഹീസ് ഗ്ലാസസ്. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചു ഫോർഗെറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി ഫോർഗെറ്റ്. പിന്നെ കീപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കെപ്റ്റ് ആക്കി. ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പല രീതികളിൽ ഇംഗ്ലീഷിൽ എഴുതാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എനിക്ക് കുറേ സിമ്പിളായിട്ട് തോന്നുന്ന സെൻറ്റൻസുകളാണ് ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. അപ്പം മുത്തച്ഛൻ തൻ്റെ കണ്ണട എവിടെ വെച്ചെന്ന് മറന്നു പോയി. ഗ്രാൻഡ് പാ ഫോർഗെറ്റ് വേർ ഹീ കെപ്റ്റ് ഹീസ് ഗ്ലാസസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ മേശപ്പുറത്ത് കണ്ണട തിരയുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. മുത്തച്ഛൻ കണ്ണട തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? മേശപ്പുറത്ത്. അപ്പം നമുക്ക് എങ്ങനെ നമുക്ക് പറയാം? അപ്പം ഓൺ ദ ടേബിൾ, കണ്ണട, ഗ്ലാസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്പെക്ടാക്കിൾസ്, തിരയുക, സെർച്ച്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? മുത്തച്ഛൻ മേശപ്പുറത്ത് കണ്ണട തിരയുകയാണ്. അപ്പം നമുക്ക് എഴുതാം ഗ്രാൻഡ് പാ. അപ്പം പിന്നെ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ജസ്റ്റ് ബ്രാക്കറ്റിൽ. ഇവിടെ ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വേർ ഉണ്ട്, ആം ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് എഴുതുന്നത്? ഗ്രാൻഡ് പാ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഗെസ് ചെയ്യുക. അപ്പം ചിലപ്പം അറിയാവുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അറിയാത്തവർക്കുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയണേ. അപ്പം ഗ്രാൻഡ് പാ എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യണേ? ഗ്രാൻഡ് പാ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളേ ഉള്ളൂ. പിന്നെന്താ? പിന്നെ ഇത് ഓൾറെഡി പ്രസൻറ്റ് സിറ്റുവേഷനുമാണ്. അപ്പം നമുക്കതറിയാം, തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ എഴുതാം ഇവിടെ? നമുക്കിവിടെ ഈ വാസ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല കേട്ടോ. വാസ് എന്ന് പറഞ്ഞത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്, അപ്പോൾ എഴുതാൻ പറ്റില്ല. വേർ എഴുതാൻ പറ്റില്ല. വേർ എന്ന് പറയുമ്പോൾ 2 പേഴ്സൺസ് വേണം. ഫസ്റ്റ് കഴിഞ്ഞു പോയൊരു കാര്യത്തിലും എഴുതാം, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമ്മൾ ഇത് വേർ യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ 2 പേരുണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്കറിയാം. അതിൻ്റെ നമുക്ക് സത്യം പറഞ്ഞ ഇതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ എഴുതേണ്ടത് അതിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനാവും. പിന്നെ ആമോ എഴുതാൻ നമുക്ക് പറ്റില്ല. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മളിവിടെ എന്താ എഴുതാൻ പോണേ? ഈസ്. ഗ്രാൻഡ് പാ ഈസ്. ഗ്രാൻഡ് പാ ഈസ്. ഇനി എന്താ നമ്മൾ എഴുതാൻ പോണത്? അപ്പം മുത്തച്ഛൻ മേശപ്പുറത്ത് കണ്ണട തിരയുകയാണ്. അപ്പം നമുക്ക് എഴുതാം ഗ്രാൻഡ് പാ ഈസ് തിരയുക. എന്ന് പറഞ്ഞാൽ സെർച്ച്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം തിരയുക സെർച്ചാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർബ്. ഇപ്പോൾ ഇവിടുത്തെ വെർബ് എന്താ? സെർച്ചാണ് ഇവിടുത്തെ വെർബ്. അപ്പം ജസ്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പോൾ ഇവിടെ ഞാൻ സെർച്ചിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. ഗ്രാൻഡ് പാ ഈസ് സെർച്ചിങ്. എന്താണ് സെർച്ച് ചെയ്യണേ? ഫോർ ഹീസ് ഗ്ലാസസ്. അപ്പം എവിടെ വെച്ച ഗ്ലാസസ് ആണ്? ഓൺ ദ ടേബിൾ, മേശയുടെ പുറത്ത്. അപ്പം മേശയുടെ പുറത്തായതുകൊണ്ടാണ് നമ്മൾ ഓൺ യൂസ് ചെയ്ത് എഴുതുന്നത്, ഓൺ ദ ടേബിൾ. ഇപ്പം മേശയുടെ ഡ്രോയറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. പക്ഷേ ഇത് പുറത്തായതുകൊണ്ട് നമ്മളിവിടെ ഓൺ യൂസ് ചെയ്ത് എഴുതുക. ഓൺ ദ ടേബിൾ.
അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഗ്രാൻഡ് പാ ഈ സെർച്ചിങ് ഫോർ ഹിസ് ഗ്ലാസ്സസ് ഓൺ ദ ടേബിൾ. മുത്തച്ഛൻ മേശപ്പുറത്ത് കണ്ണട തിരയുകയാണ്. ഗ്രാൻഡ് പാ ഈ സെർച്ചിങ് ഫോർ ഹിസ് ഗ്ലാസ്സസ് ഓൺ ദ ടേബിൾ. അപ്പം നമ്മളിത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ തൻ്റെ കണ്ണട കസേരയുടെ അടിയിൽ തിരഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? തൻ്റെ കണ്ണട അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ കണ്ണട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഹീസ് ഗ്ലാസ്സസ് കസേരയുടെ അടിയിൽ. അപ്പം കസേരയുടെ അടിയിൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? അണ്ടർ ദ ചെയർ. തിരയുക, സെർച്ച്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മുത്തച്ഛൻ തൻ്റെ കണ്ണട കസേരയുടെ അടിയിൽ തിരഞ്ഞു. അപ്പം നമുക്ക് എഴുതാം ഗ്രാൻഡ് പാ. അപ്പം തിരഞ്ഞു എന്നാണ്. അപ്പം നമുക്ക് തിരയുക എന്ന് വെച്ചാൽ എന്താ? സെർച്ച്. അപ്പം തിരഞ്ഞു എന്നാകുമ്പോൾ നമുക്ക് സെർച്ചിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. സെർച്ച്. ഗ്രാൻഡ് പാ സെർച്ച് ഫോർ ഹിസ് ഗ്ലാസസ്. കണ്ണടകൾ. ഗ്ലാസസ്, കണ്ണടകൾ എന്നല്ല, കണ്ണട. ഗ്ലാസസ്. അപ്പം ഇതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നുണ്ട്. ഞാൻ കൂട്ടക്ഷരത്തിലാണ് കൂടുതൽ എഴുതണേ. ഞാനത് ട്രൈ ചെയ്യാൻ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് GLASSES എന്നാണ് കേട്ടോ. അപ്പം ഗ്രാൻഡ് പാ സെർച്ച്ഡ് ഫോർ ഹിസ് ഗ്ലാസസ് കസേരയുടെ അടിയിൽ. അപ്പം അണ്ടർ ദ ചെയർ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഒരു സാധനം ഇപ്പം ഇത് അടിയിലാണ്, കസേരയുടെ അടിയിൽ, അപ്പം അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ. അപ്പോൾ ആണെങ്കിൽ നമുക്ക് അണ്ടർ യൂസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അണ്ടർ ദ ചെയർ. അപ്പം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ അണ്ടർ ദ ടേബിൾ. നമ്മൾ അണ്ടർ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം നമ്മളിവിടെ എന്താ പഠിച്ചത്? ഗ്രാൻഡ് പാ സെർച്ച്ഡ് ഫോർ ഹിസ് ഗ്ലാസസ് അണ്ടർ ദ ചെയർ. മുത്തച്ഛൻ തൻ്റെ കണ്ട കസേരയുടെ അടിയിൽ തിരഞ്ഞു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഗ്രാൻഡ് പാ സെർച്ച്. അപ്പം ഇത് സെർച്ചിൻ്റെ സ്പെല്ലിംഗ് SEARC ആണ് ഇത് കേട്ടോ. C ആണ്. അപ്പം നിങ്ങളുടെ കറക്റ്റായിട്ട് എഴുതാം C. അപ്പം ഗ്രാൻഡ് പാ സെർച്ച് എന്താണ് നമ്മൾ എന്താ എഴുതാൻ പോണേ? ഫോർ. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ തൻ്റെ കണ്ണട അടുക്കളയിലും തിരഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? തൻ്റെ കണ്ണട. അപ്പം ഹിസ് ഗ്ലാസസ്. പിന്നെന്താ? തിരയുക. തിരയുക എന്ന് വെച്ചാൽ എന്താ? സെർച്ച്. അപ്പോൾ ഇവിടെ തിരഞ്ഞു എന്നായത് നമ്മൾ സെർച്ചിനെ പാസ്റ്റ് ഫോം ആക്കി. അതുകൊണ്ട് ED യൂസ് ചെയ്തിട്ട് സെർച്ച്ഡ് ആക്കി. അപ്പോൾ ഒരു പാസ്റ്റ് ഫോമിലോട്ടായി, സെർച്ച്ഡ്. അപ്പം നമ്മളെങ്ങനെ എഴുതിയത്? മുത്തച്ഛൻ തൻ്റെ കണ്ണട അടുക്കളയിലും തിരഞ്ഞു. ഗ്രാൻഡ് പാ സെർച്ച്ഡ് ഫോർ ഹിസ് ഗ്ലാസസ് ഇൻ ദ കിച്ചൺ ടു. അല്ലെങ്കിൽ കിച്ചൺ ഓൾസോ എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ ടു എന്താ എഴുതിയത്? അടുക്കളയിലും തിരഞ്ഞു. അപ്പോൾ നമ്മൾ തൊട്ടൊന്നും പഠിച്ചായിരുന്നു, നമ്മളെന്താ ടേബിളിൻ്റെ അടിയിലും പിന്നെ ഇവിടെ ടേബിളിൻ്റെ പുറത്തൊക്കെ തിരഞ്ഞു നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ടു ചേർത്തത്. അപ്പോൾ അടുക്കളയിലും തിരഞ്ഞു എന്നുള്ളതിന് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൾസോ യൂസ് ചെയ്യാം ഇവിടെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഗ്രാൻഡ് പാ സെർച്ച്ഡ് ഫോർ ഹിസ് ഗ്ലാസസ് ഇൻ ദ കിച്ചൺ ടു. മുത്തച്ഛൻ തൻ്റെ കണ്ട അടുക്കളയിലും തിരഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. പറഞ്ഞാൽ കഴിയില്ല, അത് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇവിടെ ചോദിക്കുക. ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നാണ്. നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. അപ്പോൾ അവളോട് ചോദിച്ചു. അപ്പോൾ അവളോട്. അപ്പോൾ നമുക്ക് പറയാം അവൾ. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. അവളോട്. അപ്പോൾ നമുക്ക് ഹെർ യൂസ് ചെയ്ത് പറയാം. നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇത് ഈസി ആയിട്ട്, ഇതൊരു ഈസി സെൻറ്റൻസ് ആണ്. നീ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെയാണ് എഴുതാൻ നോക്കാം. മുത്തച്ഛൻ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എഴുതാം ഗ്രാൻഡ് പാ. അപ്പം ഇവിടെ ഞാൻ എന്താ എഴുതാൻ പോണേ? ചോദിക്കുക, ആസ്ക്. അപ്പം ചോദിച്ചു എന്നായിട്ട് ഞാൻ ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കുവാണ്. ആസ്ക്. ഗ്രാൻഡ് പാ ആസ്ക് അവളോട്. അപ്പം ഹെർ. ഗ്രാൻഡ് പാ ആസ്ക് ഹെർ. അപ്പം നമ്മൾ എന്താ പറയണേ? അപ്പം നമുക്ക് അവളോട്. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. അപ്പം അവളോട് നമുക്കത് ഹെർ ആക്കി പറയാം. അങ്ങത് ഓർത്ത് വെച്ചേക്കുക. ഗ്രാൻഡ് പാ ആസ്ക്ഡ് ഹെർ. അപ്പം നീ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വൈ ആർ യു ലാഫിങ്? വൈ ആർ യു ലാഫിങ്? അപ്പം നീ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. പോയിന്റ്, അവൾ മുത്തച്ഛൻ്റെ തല ചൂണ്ടിക്കാട്ടി ചിരിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? ഷീ പോയിൻറ്റഡ്. ഇത് ടി ആണ് കേട്ടോ. ഷീ പോയിൻറ്റഡ് അറ്റ് ഗ്രാൻഡ് പാസ്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഷീ പോയിൻറ്റഡ് അറ്റ് ഗ്രാൻഡ് പാസ് ഹെഡ്. തല ചൂണ്ടിക്കാട്ടി എന്നുള്ളതാണ് പോയിൻറ്റഡ് അറ്റ് ഗ്രാൻഡ് പാസ് ഹെഡ് എന്ന് പറയുന്നത്. മുത്തച്ഛൻ്റെ തല ചൂണ്ടിക്കാട്ടി. ഷീ പോയിൻറ്റഡ് അറ്റ് ഗ്രാൻഡ് പാസ് ഹെഡ് ആൻഡ്
ലാഫ്ഡ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ലാഫ് എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ ലാഫ്ഡ് എഴുതാൻ കാരണം ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവൾ മുത്തച്ഛൻ തല ചൂണ്ടിക്കെട്ടി ചിരിച്ചു. ഓൾറെഡി പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലോട്ടാണ് ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ ലാഫിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതിയത്. അപ്പം ഷീ പോയിൻറ്റഡ് അറ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാം പോയിൻറ്റഡ്. അപ്പം പോയിൻ്റ് എന്നല്ല, പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. അതിനെ പോയിൻറ്റഡ് എന്നാ ഇ യൂസ് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ കാരണം ഈ സെൻറ്റൻസ് ഒരു പാസ്റ്റ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ മുത്തച്ഛൻ്റെ തല ചൂണ്ടിക്കാട്ടി ചിരിച്ചു. ഷീ പോയിൻറ്റഡ് അറ്റ് ഗ്രാൻഡ്പാസ് ഹെഡ് ആൻഡ് ലാഫ്ഡ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ തൻ്റെ തലയിൽ തൊട്ടപ്പോൾ കണ്ണട അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി നമുക്കിതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാമെന്ന് നോക്കാം. വെൻ, മുത്തച്ഛൻ തൻ്റെ തലയിൽ തൊട്ടപ്പോൾ കണ്ണട അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വെൻ ഗ്രാൻഡ്പ. ഇപ്പോൾ തൊടുക എന്ന് വെച്ചാൽ എന്താ? ടച്ച്. അപ്പം ഇവിടെ തൊട്ടു എന്നാണ്, ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ടച്ചിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം. എങ്ങനെയാ? ടച്ച് നമ്മൾ ഇ ഡി യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ട് ആക്കി. ടച്ച്ഡ്. വെൻ ഗ്രാൻഡ്പ ടച്ച്ഡ് ഹിസ് ഹെഡ്, തൊട്ടപ്പോൾ. ഇപ്പം ഇതെന്തുകൊണ്ടാണ് നമ്മൾ വെൻ യൂസ് ചെയ്തത്? കാര്യം മുത്തച്ഛൻ തൻ്റെ തലയിൽ തൊട്ടപ്പോൾ. അപ്പം അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോഴാണ് നമുക്ക് വെൻ യൂസ് ചെയ്ത് എഴുതാം. വെൻ ഗ്രാൻഡ്പ ടച്ച്ഡ് ഹിസ് ഹെഡ്. അപ്പം ആ ടൈമിൽ തൊട്ടപ്പോൾ എന്താണ് കണ്ടത്, അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വെൻ യൂസ് ചെയ്ത് എഴുതാം കേട്ടോ. വെൻ ഗ്രാൻഡ്പ ടച്ച്ഡ് ഹിസ് ഹെഡ്, ഹിസ് ഗ്ലാസസ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഹിസ് ഗ്ലാസസ് വെയർ യൂസ് ചെയ്ത് എഴുതിയ? വെയർ ദെയർ. ഇവിടെ വെയർ യൂസ് ചെയ്തില്ല. എന്തുകൊണ്ട് വാസ് യൂസ് ചെയ്തില്ല? കാര്യം ഗ്ലാസസ്, ഇപ്പം നമുക്ക് കാണാം ഗ്ലാസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാര്യം കണ്ണട എന്നാണ് നമ്മൾ ഈ മലയാളത്തിൽ പറയണത്. അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഗ്ലാസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്ലൂറൽ വേർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വെയർ യൂസ് ചെയ്ത് എഴുതി കേട്ടോ. ഹിസ് ഗ്ലാസസ് വെയർ ദെയർ. വെൻ ഗ്രാൻഡ്പ ടച്ച്ഡ് ഹിസ് ഹെഡ്, ഹിസ് ഗ്ലാസസ് വെയർ ദെയർ. അപ്പം തൊട്ടപ്പോൾ, മുത്തച്ഛൻ തൻ്റെ തലയിൽ തൊട്ടപ്പോൾ കണ്ണട അവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, മുത്തച്ഛൻ ഉറക്കെ ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ചിരിക്കുക, ലാഫ്. ഉറക്കെ, ലൗഡ്. അപ്പോൾ നമുക്ക് പറയാം എങ്ങനെയാ? മുത്തച്ഛൻ ഉറക്കെ ചിരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്പ ലാഫ് എന്ന് വെച്ചാൽ എന്താ? ചിരിക്കുക. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. ലാഫിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കാം. ലാഫ്ഡ്. ഗ്രാൻഡ്പ ലാഫ്ഡ് ലൗഡ്ലി. മുത്തച്ഛൻ ഉറക്കെ ചിരിച്ചു. ഗ്രാൻഡ്പ ലാഫ്ഡ് ലൗഡ്ലി. മുത്തച്ഛൻ ഉറക്കെ ചിരിച്ചു. ഗ്രാൻഡ്പ ലാഫ്ഡ് ലൗഡ്ലി. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അത് അവരുടെ സന്തോഷകരവും വിലപ്പെട്ടതുമായ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവരുടെ, ദെയർ. സന്തോഷം, ഹാപ്പി. വിലപ്പെട്ടതെന്ന് വെച്ചാൽ എന്താ? പ്രീഷ്യസ്. നിമിഷങ്ങൾ, മൊമെൻറ്റ്സ്. അത് അവരുടെ സന്തോഷകരവും വിലപ്പെട്ടതുമായ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ? ദോസ് വെയർ ദെയർ. അപ്പോൾ ഇവിടെ ദെയർ യൂസ് ചെയ്യാൻ കാരണം എന്താ? അവരുടെ. ദെയർ എന്ന് വെച്ചാൽ അവരുടെ. അപ്പം ഇവിടെ 2 പേരുണ്ടായിട്ടാണ് നമ്മളിവിടെ വെയറും യൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്യാൻ? വാസ് എന്ന് പറയുമ്പം ഇവിടെ ഒരാളാണെങ്കിൽ വാസ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ 2 പേരുണ്ടായിട്ടാണ് വെയർ യൂസ് ചെയ്തത്. ദോസ് വെയർ ദെയർ ഹാപ്പി ആൻഡ് പ്രീഷ്യസ്. ഹാപ്പി സന്തോഷകരമായ, പ്രീഷ്യസ് വിലപ്പെട്ടത്. അപ്പം ദോസ് വെയർ ദെയർ ഹാപ്പി ആൻഡ് പ്രീഷ്യസ് മൊമെൻറ്റ്സ്. ഇവിടെ എഴുതാം മൊമെൻറ്റ്സ്. അപ്പം എങ്ങനെയാ? പ്രീഷ്യസ് മൊമെൻറ്റ്സ്. ദോസ് വെയർ ദെയർ ഹാപ്പി ആൻഡ് പ്രീഷ്യസ് മൊമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.